ഹായ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് ഗെയിമായിട്ടാണ്. എക്സ്പീരിമെൻറ്റ്സാണ് നമ്മൾ ചെയ്യാറ്. എല്ലാ വീഡിയോയിലും നിങ്ങളെന്താണ് കൈസ് ആരും കമൻറ്റ് ഇടാത്ത നമ്മൾ. അപ്പം ഞാൻ ഇന്ന് കാര്യം ചെയ്യുമ്പോൾ കൈസ് ചിലർ പറയുന്നുണ്ട് കൈസ് ഇത് ഞാനല്ല, ചിലപ്പോൾ ജാവയിൽ അടിച്ചതിൻ്റെ വരുന്നൊക്കെയാണ്. ഇത് കൈസ് ബേറ്റയാണ് കൈസ്, ഒന്ന് പറയണേ കേട്ടോ കൈസ്. ഏതെങ്കിലും മോളിൽ കയറിയിട്ട് ഈ സാധനം അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇത് രണ്ടെണ്ണം ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം, അത് ഒരെണ്ണം, ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം. ബെഡ്റൂം കണക്ഷനിലേക്ക് പക്ഷെ എന്തായാലും നമ്മൾ ബേറ്റയിലും കൂടെ വരട്ടെ, വരാൻ നോക്കണം. ഇനി ലൈറ്റ് എടുക്കുക, പൊട്ടിക്കുക. ഇതെല്ലാം ഒരുമിച്ച് എറിയിക്കും ഗൈസ്. എന്നിട്ട് ഇത് കത്തിക്കുകയാണെങ്കിൽ എല്ലാം കുറച്ച് റെയിൻബോ എന്ന് പറഞ്ഞിട്ട് ഗൈസ് ആ കൈ ഫേക്കാണ് ഗൈസ്. അങ്ങനെ വന്നിട്ട് കുറേ വർഷം മുന്നേ സംഭവിക്കില്ല. അടുത്ത ട്രിക്ക് എൻ്റെ മൈൻഡിലോട്ട് വരുക ഗൈസ്. അടുത്തതാണ് ഗൈസ്, ബീക്കണിൽ നമുക്ക് കളർ ഇടാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഡയമണ്ടിൽ എമറാൾഡാണ് ഡയമണ്ട്. ഈ ബീക്കൺ എടുത്തിട്ട് ഇതിനകത്തൊരു ഗ്ലാസ് ഇടണമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് പെട്ടെന്ന് കേസ് എൻ്റെ അമ്മ ഒന്ന് വിളിച്ചു, ഞാൻ താട്ട് വന്നപ്പോൾ. ശരിക്കും എൻ്റെ ഫോണാണ്, എൻ്റെ ഫോണല്ല എൻ്റെ ചേട്ടൻ്റെ ഫോണാണ്. ഞാനൊന്ന് പ്ലേസ് ചെയ്യാണ്ടിരിക്കും നമ്മളവിടെ വെച്ചതിന് നടുക്കൊരു ബീഗം ചെയ്ത് അത് അതിൻ്റെ മുകളിൽ കൂടെ വേറെ മാറി, കളർ മാറി. ഓ കൊള്ളാം ഗൈസ്, ഇതുണ്ടോ പണ്ടത്തേനെക്കാട്ടിലും കൊള്ളാം ഇത്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യത്തില്ലല്ലോ പണ്ട്. ചുമ്മാ ബീക്കൺ ഇട്ട് വെച്ചിട്ട് അപ്പോൾ രസമൊന്നുമില്ലായിരിക്കും. നമ്മൾ രസം കിട്ടാൻ വേണ്ടിയിട്ട് ബീക്കണിൻ്റെ നടുക്ക് മറ്റേ ഗ്ലാസസ് ഇട്ടണം. അത് ബീക്കൺ ഇട്ടതായ വെറുതെ ഒരു കളറേ കാണുന്നത്. ഇതായിരിക്കും പഴയത് നമ്മൾ കാണുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കിട്ടി, എന്തോ ഷെല്ലെന്നൊരു സാധനമുണ്ട്, സോംബീസൊക്കെ പിടിക്കുന്ന ഒരു ഷെൽ. എന്തൊരു കാര്യം ചെയ്യണം ഈ വെള്ളത്തിൻ്റെ അടിയിൽ. എനിക്ക് ചെയ്യണം, നേരത്തെ കുറേ ടൈം കൊടുക്കില്ല. പിന്നെ ചിലർ പറയും നമ്മളെ വീടല്ലേ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ മാപ്പ് എന്ന് പറഞ്ഞ് നോക്കണം. സെക്കൻഡ് നമ്മൾ കയറി വന്നിട്ട് ഇതെന്ത് കാര്യമാണ് സ്മോൾ ബ്ലൂ അറിയുള്ളൂ. ലൊക്കേഷൻ മാപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ പോകുമ്പം നമുക്കിതേ കണത്തെ പ്രത്യേക ഫ്ലാഗ്, ഇതേ കണത്തെ പ്രത്യേക കളർ ഫ്ലാഗ്സ് കാണാൻ പറ്റും. നമുക്കുള്ള ഇഷ്ടമുള്ള കട എടുത്തിട്ട് പിന്നെ ഈ ഒരു കാര്യം എടുക്കണം. ആൻവിൽ എടുത്തിട്ട് ശേഷം നമ്മൾ നെയിം ടാഗ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇട്ടിട്ട്
അവിടെ വെച്ചിട്ട് ഇനി നമുക്ക് വയ്ക്കാം. ഏതെങ്കിലും ഒരു പേരിടാൻ വെച്ചാൽ ഇത് പെൻഗ്വിൻ ഉച്ചിഹ എന്നിടാം. അപ്പോൾ നമുക്ക് വേറെ എൻചാൻറ്റഡ് ആയിട്ടുള്ള പെൻഗ്വിൻ ഉച്ചിഹ എന്ന് പറയുന്ന കാര്യം കാണാൻ. പിന്നെ നമ്മൾ ഈ റെഡ് ബട്ടണിൽ നമുക്ക് പെൻഗ്വിൻ ഉസുമാക്കി എന്നിടാം. അപ്പോൾ നമ്മൾ അതും ഇട്ടുണ്ട്. അടുത്ത് ഇത് പെൻഗ്വിൻ ഒട്സുക്കി ഒന്നും വേണ്ട. നാമി അതും വേണ്ട. സെഞ്ചു. അപ്പോൾ നമ്മൾ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ പെൻഗ്വിൻ സെഞ്ചു വെച്ചിട്ട് അയ്യോ പെൻഗ്വിൻ സെഞ്ചു കുറേ പറയാം. ഈ ഐലൻഡ് മുഴുവനും ആകാം നമുക്ക് പെൻഗ്വിൻ സെഞ്ചു. എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുക. എന്നിട്ട് നമ്മൾ പെൻഗ്വിൻ ഉസുമാക്കി അവിടെ അപ്പുറത്തെ ഐലൻഡ് നൽകുക. മറയട്ടില്ലെങ്കിൽ ഞാൻ ഇതാണ് കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ അപ്പുറത്തൊരു ഐലൻഡ് കണ്ട അതിൽ നമ്മൾ പെൻഗ്വിൻ ഉച്ചിഹ വയ്ക്കുക. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ വഴിയൊക്കെ അറിയാൻ പറ്റും. ചിലർ നമ്മളെ വഴിയൊക്കെ സ്ട്രഗിൾസ് ചെയ്യും നമ്മൾ. പിന്നെ ഞങ്ങളിതെല്ലാം കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മൾ ഇത്രയും അടിയിൽ വെച്ചതിന് ശേഷം നമ്മളൊരു മാപ്പ് ഉണ്ടാക്കുക നമുക്ക്. അപ്പോൾ ഗൈസ് അതൊക്കെ ഫേക്കാണ് ഗൈസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഗൈസ്. ഇത് അവരെന്നെ പറ്റിച്ച് കളഞ്ഞെങ്കിൽ ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യണം. അത് ചെയ്തതിൽ ഒരു യൂസ്ലെസ്സും ഇല്ല ഗൈസ്. നെതർവോർഡ് എൻ്റെ കൈ മാപ്പ് കാണണ്ട. ഇത് വെച്ചിട്ട് കത്തിച്ച ശേഷം അയ്യോ ഇവിടെ കത്തിക്കാൻ എന്ത് ഗൈസ് വേണ്ട വേണ്ട. പിന്നെ ഗൈസ് ആ കാര്യം എനിക്ക് നിർത്തിയാണ് ഗൈസ്. നല്ല രസമായി. നമ്മൾ ഡിന്നർ ബോൺ ഏതൊരു കാര്യമാണ് ഡിന്നർ ബോൺ ഇട്ടിട്ട് ആരുടെയെങ്കിലും തിരിയുന്നില്ല. ദിവസം കുറേ കാര്യങ്ങൾ ഞാൻ എന്ത് വെക്കുന്ന എല്ലാം ഫേക്കാണ്. അത് ഒരെണ്ണം മാത്രം. ഇതൊക്കെ ഏതാണ് ബ്രൗൺ എഗ്ഗ്, ബ്ലൂ എഗ്ഗ്, കളക്കളക്കള ക്ലിക്ക് ഗസ്. ഇപ്പോഴത്തെ ഗാസ് അങ്ങനെ കോപ്പർ അടിച്ച് നമുക്ക് കോപ്പർ വേണം വലുതാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിന് എങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടാ ഞാൻ അതെനിക്ക് എങ്ങനെയൊക്കെയോ മനസ്സിലായി. ജസ്റ്റ് ഒരു കോപ്പർ ബ്ലോക്ക് നീലെടുക്കണം. വാക്സ്ഡ് ഒന്നും വേണ്ട. ഒരു ബ്ലൂ എടുക്കട്ടെ. പൈനാപ്പിൾ എടുക്കുക. അയ്യോ രാത്രി ഇത് വെച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു നോർമൽ ടെസ്റ്റ് ആണ്. ടെസ്റ്റിൽ നമ്മൾ ഇൻവെന്ററി ഫുള്ളും ഡയമണ്ട് ബ്ലോക്സ് നിങ്ങൾ ഈ ഡയമണ്ട് ബ്ലോക്സ് കണ്ടിട്ടുണ്ട്.
4 എല്ലായിടത്തും ഇട്ടുക ഉണ്ടല്ലോ. 2 3 4 പീസത് വർക്കാവുന്നുണ്ട്. ഇത് നമ്മുടെ S32 വെച്ചിട്ടുണ്ട്. അടുത്ത വർക്കുണ്ട് ഗൈസ്. ഇതൊക്കെ പുതിയ പ്രൈവറ്റ് ബ്ലോക്സ് ഉണ്ട്. എന്നിട്ട് അല്ല ഗൈസ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പറ്റി അയ്യോ ഗൈസ് സ്റ്റാച്ചു ഗൈസ് ഉണ്ടാക്കിൻ്റെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ഹീറോ ആയിട്ട് വരുമെന്നാണ് പറയുന്നു. ഇത് റെസിപ്പിയൊന്നും പറ്റുന്നില്ല. ഇത് സൂപ്പർ ഇൻഡക്റ്റ് പൈസ എല്ലാം മുടിയുള്ളൂ. തന്നെ ചിലർ പറയുന്നു നമുക്ക് വേണമെങ്കിൽ 1000 കണക്ക് സ്നോമാൻസിനുണ്ടാകാം എന്നുവെച്ചാൽ കുറച്ച് അതിൻ്റെ ഹെഡൊക്കെ ഷീർ ചെയ്ത് നമുക്ക് പിന്നീട് ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തു നോക്കാം ഗൈസ്. അങ്ങനെ ഒരു സ്നോമാൻ ഉണ്ടാക്കണം. നമ്മൾ ഷീർ ഒന്നും ഈ ഞങ്ങളുടെ സ്ട്രഗിൾ പക്ഷെ ഷീർ കൊടുത്തില്ല. എടുക്കുന്നു അതെന്തൊരു അത് ലാഗ് ഷീർ ഇടേണ്ടത് ഇവിടെ സമാനമായിട്ട് കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ പഠിച്ച് ഇതിനൊക്കെ പട്ടി ഇടം വാങ്ങാത്തല് നിനക്ക് എന്നോട് കാണും. സമാനോട് ഷീർ ചെയ്തോട്ടറാ മണ്ടന്മാരെ. അപ്പൊ തന്നെ വരും കുറേ വരും. നമ്മൾ വെച്ചിട്ട് എൻ്റെ തല ഷീർ ചെയ്തു. അയ്യോ അതുകൊണ്ട് കൊടുക്കണം. എന്താടാ നമുക്ക് ചുമ്മാ ക്രീപ്പറിനെ കത്തിക്കാം. ക്രീപ്പറിനെ നമുക്ക് ലൈറ്റ്നിങ് റോഡ് കത്തിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ എടുത്തിട്ട് ശേഷം ഈ സാധനം എടുത്തിട്ട് ഇൻചാൻറ്റഡിൻ്റെ ഒരു ടേബിൾ എടുത്തിട്ട് നമ്മൾ ഇത് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് എറിഞ്ഞതിന് വരുമെന്നാണ് പറയുന്നത്. എന്തൊരു സംഭവിച്ചില്ലേ കത്തുന്നതാണ്. ഏട്ടാ നാട്ടിൽ ചുമ്മാ ക്രീപ്പറിനെ കത്തിക്കാൻ മതി. ഞാൻ എന്തായാലും ഇവിടെ കത്തിച്ചാൽ എക്സ്പ്ലോർ ആക്കാം. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റോർ സെക്കൻഡ് സ്റ്റോർ കുറച്ചെണ്ണമുണ്ട്. അല്ല
കേട്ടടാ, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല ഇതൊക്കെ. ഇതൊക്കെ നല്ല കാർപ്പറ്റ്, സ്മോസിൻ്റെ കാർപ്പറ്റൊക്കെ കണ്ട നമുക്ക് ആർക്കൊരു തുള്ളി വരാണ്. നമുക്കാകുമ്പോൾ നേരെ ഇതിൻ്റെ ഒരു ഇത്രയും കണ്ട മോസിൻ്റെ ഭയമുണ്ട്. ഇതൊക്കെ തൊട്ടാ പൊട്ടുന്ന സാധനമാണ്. സ്മോൾ ട്രിപ്പ് പീസ് ഇല്ലേ? ഒന്നുമില്ല, ഉണ്ടാകും. നോക്കാം. ഏറ്റവും കോൺഫിഡൻസിൻ്റെ സീനാണ്. അപ്പം നമ്മൾ ഇതെന്ന് വെച്ചിട്ട് ഞാൻ ചുമ്മാടെ ഏതെടുത്തല്ലേ അതിലൊരു ഉപയോഗത്തിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ മുകളിൽ ആനുവൽ വെച്ചാൽ താങ്ങൂല എന്നാണ് ചിലവർ പറയുന്നത്. ആനുവൽ എനിക്കറിയാലോ, എപ്പോഴാണെങ്കിൽ അറിയാമല്ലോ. ഇല്ല കള്ളം. പക്ഷേ ആനുവലിന് പ്രശ്നമുണ്ട്, പൊട്ടിപ്പോവാനുള്ളത്. പുതിയൊരു ബ്ലോക്ക് ഞാൻ ചന്തി വൃത്തിയാണ്. ഇതൊരു സ്പൂണാക്കറാണ്. ഞാൻ പണ്ട് എനിക്കിത് എപ്പോഴും എനിക്കിത് മനസ്സിലാവില്ല. എൻ്റെ ചേട്ടനുണ്ട്, ആ ചേട്ടൻ എന്താ ഇങ്ങനെ കാണിച്ചു. ഇതല്ലേ അയ്യ കാര്യം ഇതിട്ടിട്ട് എനിക്ക് നേരെ കാണില്ല. 3, 4, 5. വാ അങ്ങനെ അടിപൊളിയായിട്ട് പൊട്ടിക്കില്ല. എന്തായാലും എൻ്റെ കാര്യം എൻ്റെ വാക്സിലൂടെ എല്ലാം തീർത്തില്ല പറഞ്ഞു. ഈ ജസ്റ്റിന്ന് ഡയമണ്ട് ബ്ലോക്കല്ല എടുക്കാം. അത് ഞാൻ ചുമ്മാ എടുത്ത കാര്യങ്ങളെല്ലാം തിരിച്ചു നോക്കാം. ഔച്ച്, അയ്യോ ഇതെനിക്ക് ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പൊട്ടിക്ക് വെക്കുക? പോയെന്നും പറഞ്ഞ് എന്താ പ്രശ്നം? ക്രിയേറ്റീവ് അപ്പം ശരി മോനെ, നീറ്റാകുമ്പോൾ പക്ഷേ ഡയമണ്ട് ബ്ലോക്ക് പൊട്ടിച്ച അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പണ്ട് നിങ്ങൾ പഴയ മൈൻക്രാഫ്റ്റിലേക്കാണ് അപ്പം നിങ്ങൾ ഈ പഴയ വർക്ക് നിങ്ങൾ കണ്ടതാണ്. ഒന്ന് കമന്റ് ഇടണേ. ഈ കാര്യം ഞാനിപ്പോൾ പ്രത്യേക ടൈമിലാണ് ഇതിലാന്ന് പൊട്ടിയിട്ട് ഡ്രോക്കറെത്താൻ കുറച്ച് കഷ്ടമാണ്. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യണേ. ചിലർ പറയാറുണ്ട് മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഹാപ്പി മോഡ് ഡൗൺലോഡ് ചെയ്യുന്നത് മതി, സ്കൂളിൽ കൂടെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്ക് വെറുതെ അയ്യോ പണി കാണിക്കണം. ഡയമണ്ട് ബ്ലോക്ക് അയ്യ അത് പോയിന്റ് കൊടുക്കുക. അടയ്ക്കാൻ പറഞ്ഞു. വേണ്ട 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 ആരോട്ട് പൊട്ടിക്കൊണ്ട്. അയ്യോ സ്റ്റേൻഡി പറയുന്നത് ഞാൻ ആദ്യം വേസ്റ്റാണല്ലോ. ഇതൊക്കെ ചുമ്മാ പൊട്ടിച്ചാൽ മതി. കുറെ ടൈം എടുക്കും പൊട്ടിക്കാൻ.
അടുത്ത ഡയമണ്ടൊക്കെ ഇപ്പോൾ കുറേ ഉണ്ടല്ലേ. പഴയ കണക്ക് പണ്ടൊക്കെ എനിക്ക് നമ്മളോട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇപ്പോഴൊക്കെ പൊട്ടിച്ചാൽ മതി, അപ്പം ഡയമണ്ട് കാണാം. TNT തുടങ്ങാം. ഡയമണ്ട് എല്ലാം പോട്ടു. ഞാനല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എടുത്തിട്ടില്ലേ. ഡയമണ്ടൊക്കെ എന്നെ കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെടില്ല. അയ്യോ ഡയമണ്ട് വെച്ചാൽ കൂടെ. അയ്യോ വേണ്ട, ഡയമണ്ട് സേഫ് ആവട്ടെ. എനിക്ക് അയണൊന്നുമില്ല കണ്ട്. ആണെങ്കിൽ വലിയ കുറേ പകുതി ശതമാനം കളിക്കും എനിക്ക്. ക്രിസ്പി ടൊമാറ്റോ കൊടുക്കുന്നുണ്ടോ? ഡെക്കറേഷൻ ഇതൊക്കെ പോകും. എന്തായാലും പോട്ടെ. ക്രിസ്പി ടൊമാറ്റോ മുറുക്ക് വേണമെന്നത് ഹാൻഡ്സ് അപ്പ് ചെയ്യുക. ക്രിസ്പി ഓക്കെ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെല്ലാ ചിലവരെല്ലാം വിചാരിക്കും നമ്മൾ ഇത്രയും ഭാഗമൊക്കെ പൊട്ടിച്ചോളാം. അത് നിങ്ങൾ സംഭവിച്ചില്ല. പകുതിയൊക്കെ ഏറെ വെച്ച് പൊട്ടിപ്പോകും. അപ്പോൾ സമയം കിട്ടിയ
ഞാൻ എൻ്റെ പണിന്ന് വെച്ചാൽ തിരിയാണ് അതിന് ഹണീനെ കറക്റ്റ് ചെയ്ത് കഴിച്ചു ചെയ്യാം. നമ്മൾ ഇതെടുത്തിട്ട് നമുക്ക് പോസ് ചെയ്യാൻ പറ്റുമോ എന്നോട് ഞാൻ പണ്ട് എപ്പോഴും അറിയാം പോസ് ചെയ്യാൻ പറ്റുമോ ബോസ് ബോസും കൊണ്ടുവരണ്ടോ പണ്ട് ഞാൻ പുതിയ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഞാനില്ലേ ഒരു കാര്യം ആണ് ഗൈസ് ഇപ്പം എനിക്ക് മനസ്സിലായി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ CF എർട്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്ക് എടുക്കും ഗൈസ് ടൈം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ ഗൈസ് എന്തൊരുങ്ങ വർക്കാവുമെങ്കിൽ എന്തെങ്കിലും കാണും അതിന് എന്ത് പറയാൻ എനിക്കറിഞ്ഞൂടാ ഇനി ഞാൻ കൊല്ലാൻ പോകും കുറേ നാളായിക്കണം ഇവനാണ് ഇതൊക്കെ തരുന്നത് ഇവനൊക്കെ എൻ്റെ നടുക്കൊച്ചിന് എനിക്ക് വയ്യ ഞാൻ കുറേ ടൈം കൊടുത്ത് 2-3 മാസം ഞാൻ ബിൽഡറല്ലേ ഞാൻ മൈനർ എപ്പോഴും ഇതെന്താണ് എൻ്റെ മാത്രം വർക്കാവുന്നത് എന്നുവെച്ചാൽ അതായത് വെച്ചു ഇത് എപ്പോഴും നീങ്ങുമെന്നൊക്കെയാണ് ചില ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ അതിൻ്റെ വെച്ചിട്ട് ഇത് വെച്ച ശേഷം 2 പ്രാവശ്യം കൊണ്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷെ അതിന് ഒരു ഇപ്പം ഞാൻ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ അത് കൊള്ളാം ഗൈസ് നമ്മുടെ സെൻസർ ഗൈസ് അത് സൂപ്പർ തന്നെ ഞാൻ ഇപ്പം എന്തെടുക്കാൻ വന്നത് ലാമ്പ് ഗൈസ് ലാമ്പ് എവിടെ പോയി അതാണ് എവിടെ ഇപ്പം ചിലർ കാണിച്ചൊരു ഒരു സാധനം കാണിച്ചത് ചിലരല്ല ചിലവരെന്ന് പറയാൻ പറ്റത്തില്ല രണ്ടെല്ലാം
ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതെടുക്കും. എന്നിട്ട് ഈ ഒരു ലാമ്പ് നമ്മുടെ സെൻസർ ഉണ്ടല്ലോ, അതുകൊണ്ട് അടുത്ത് എന്തിനോ ഇപ്പം ഈ ഒരു സ്റ്റെയർസ് ഈ ഒരു ഓക്കെ. പണ്ട് ഇതൊന്നുമല്ല ഇൻസ്റ്റാളിലാണ്, എല്ലാവരും പണ്ട് കുറേ വേറെ ടൈപ്പുകളാണ്. എനിക്ക് ഓർമ്മ ഉണ്ട് പഴയ. പക്ഷെ എന്തിനാണ് അത് പഴയ ഭയങ്കരമായിട്ട് പൊട്ടയായി മാറ്റിയപ്പോൾ? അങ്ങനെയല്ല പറയുന്നത്, പൊട്ടയാക്കി അങ്ങനെയല്ല അറിഞ്ഞത്. അത് ശരിക്കും അടിപൊളിയായത് വെച്ചിട്ട് വേണം മൂർത്തകം മേടിച്ചോളാം. ഇതുള്ള ഇവിടൊന്നും കഴിച്ചില്ല, എനിക്ക് പേടിയാവുന്നു. അയ്യോ ആ ലൈറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഗൈസ് ഈ സ്ലൈം വെച്ചൊക്കെ രാവിലെ ആയിട്ട് രാവിലെ no God please ouch 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 don't kill us I'm down. ഞാൻ മറന്നുപോയി ക്രിയേറ്റീവ് മോഡ്. Scooby Nations to all as Ayabaya Yata Saningandi Darata Coaches Piano Panianaro Nanirakanaro Coaches of body that ayo e ഹലോ ഞാൻ ബെഡ് വെച്ച് അവിടെ കിടന്ന റെസ്പോൺസ് ആയിട്ട് വന്നില്ലേ? അപ്പോൾ ഗൈസ് എനിക്ക് ബോറിംഗ് വെച്ചു അപ്പം കുറച്ച് മാറ്റിയിട്ട് ഇത് കളിക്കാം. സീരിയസ് ആണ്.
എല്ലാവരും കളിച്ച് ബോറടിച്ചു തുടങ്ങി. ഭയങ്കര അടുത്തത് ഞാൻ റോബ്ലോക്സ് എടുക്കാൻ പറ്റത്തില്ലേ, കുറച്ച് നാളാവും എടുക്കാൻ. എന്താ വെച്ചാൽ ഇവിടെ നെറ്റ് ശരി കൈ വെച്ചൊന്ന് പൊട്ടിക്കാൻ നോക്ക്. പൊട്ടിച്ചു, ഒന്നും കിട്ടത്തില്ല. അവൻ ബെഡ്റോക്ക് ഒരത്തിക്കാൻ എത്ര ടൈം? നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.